ഹലോ. അപ്പൊ ഞങ്ങൾ ശരിക്കും ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് മിക്സിങ്ങിന് പോയി തിരിച്ചു വരുന്ന വഴിയാണ് നമ്മളുടെ എന്താ ക്രിസ്മസിനുള്ള കാൻഡിൽസ് ഉണ്ടല്ലോ, നമ്മുടെ കാൻഡിൽസ് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. സ്ഥിരമായിട്ട് വാങ്ങുന്നത് എന്താണ് പേര്? മാർ ലൂയിസ് ആർട്സ് ആൻഡ് ബുക്ക് സെന്റർ. നമ്മുടെ എന്താ റോഡിനെ പറയുന്നത്? മാർക്കറ്റ് റോഡ്, ബ്രോഡ്വേയിലേക്ക് പോകുന്ന വഴി. സെന്റ് പോൾസ് ഒക്കെ ഉള്ള അവിടുന്ന് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും വാങ്ങുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റ് ആയി പോയതുകൊണ്ട് നമുക്ക് കാൻഡിൽസ് ഒക്കെ അവിടെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ഞങ്ങള് ക്രിസ്മസിന്റെ നമ്മുടെ ഫസ്റ്റ് എന്താണ് നമ്മുടെ 1-ാം തീയതി തിരി കത്തിക്കൂല അഡ്വന്റ് കാൻഡിൽസ്. അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ടാണ്. അഡ്വന്റിന്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തായിരുന്നു, പക്ഷേ നമ്മുടെ പഴയ ചാനലിലായിരുന്നു ഉണ്ടായിരുന്നു, അത് കളഞ്ഞ് ഞങ്ങള് വീഡിയോസ് ഒക്കെ കളഞ്ഞു. അപ്പൊ ഇത് നമുക്ക് കാണാം ഈ വർഷത്തെ എങ്ങനെയാണെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ ഈ ലൂയിസ് ആർട്സ് ആൻഡ് ബുക്ക് സെന്റർ അല്ലാതെ ഈ റോട്ടിൽ വേറെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ അവിടെ ചെന്നിട്ട് വേറെ ഏത് കടകളിൽ വേണമെങ്കിലും ഇങ്ങനെ കയറി ഇറങ്ങി നോക്കി നമുക്ക് വിലയൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കാവുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഞങ്ങൾ ഇതുപോലെ തന്നെ ആദ്യത്തെ വർഷമൊക്കെ ഒരുപാട് കടകളിൽ ഇങ്ങനെ നോക്കി നടന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കടയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടതും കുറച്ച് റീസണബിൾ ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത് ഈ കടയാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ തന്നെ വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇൻഡസിൽ പോയിരുന്നു കേട്ടോ. നമ്മളുടെ പുതിയ ഡിസയർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എനിക്കിവിടെ പരിചയമായതുകൊണ്ട് തന്നെ ഞാൻ നേരെ, എനിക്കറിയാലോ ക്യാൻഡിൽസ് ഒക്കെ എവിടെ ആയിരിക്കണേ എന്നുള്ളത്, നേരെ അങ്ങോട്ട് പോയി ഇത് കണ്ടു. നമ്മുടെ ക്രിസ്മസിനുള്ള ക്യാൻഡിൽസ് ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയമായതുകൊണ്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതും അപ്രത്യക്ഷമാവും. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയതുപോലെ ഒരു ടൈപ്പ് ക്യാൻഡിൽ മാത്രമേ ഉണ്ടായുള്ളൂ, ബാക്കി എല്ലാം തീർന്നു പോയതേ. നമുക്കിങ്ങനെ നോക്കിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ വില കൂടിയത് മാത്രമാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റാത്തതാണെങ്കിൽ നമ്മൾ ആ വില കൂടിയത് തന്നെ വാങ്ങിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഇത്തവണ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇവിടെ നിറച്ച് ക്യാൻഡിൽസ് ഉണ്ട്. അപ്പോൾ ഈ അഡ്വൻറ്റിൻ്റെ, അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു ട്രഡീഷൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ അഡ്വൻറ്റിൻ്റെ ക്യാൻഡിൽ, അഡ്വൻറ്റ് റീത്ത് വയ്ക്കുന്നത്, ഡോറിൽ നമ്മൾ റീത്തൊക്കെ വയ്ക്കത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഡെക്കറേഷൻസ്, വൈറ്റ് കട്ടൻസ് ഒക്കെ ഇടുക വീട്ടിൽ, അതൊക്കെ എനിക്ക് ചിലപ്പോൾ ഞാൻ കോൺവെൻറ്റിലൊക്കെ പോയിട്ട് അവിടുത്തെ ഒരു ഫോർമേഷനൊക്കെ കഴിഞ്ഞ ഒരാളായതുകൊണ്ടായിരിക്കാം ഒരുപാട് നാൾ, എൻ്റെ ഒരു 14 വയസ്സ് തുടങ്ങിയിട്ട് ഏകദേശം 19 വയസ്സ് കഴിയുന്നവർ 20 വയസ്സ് വരെ ഞാൻ കോൺവെൻറ്റിലായിരുന്നു. 19 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വരെ കോൺവെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ ശീലിച്ച് പോന്നിട്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് നല്ല ഫ്രാഗ്രൻസ് ഉള്ള കുറേ ക്യാൻഡിൽസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ തവണ ക്രിസ്മസിൻ്റെ അന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്യാൻഡിൽ എടുത്തിരുന്നു. ഒരു ഓഫ് വൈറ്റ് കളറിൽ കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ എടുത്തിരുന്നു കേട്ടോ. ആ ക്യാൻഡിൽ ഇത്തവണ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാൽ ഇത്തവണ അത് വേണ്ട, നമുക്ക് വേറെ ഒരെണ്ണം എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡോപ്പി ഈ ഒരു പല സ്മെല്ലുള്ള പല ഫ്രേഗ്രൻസുള്ള കുറേ ക്യാൻഡിൽസിൽ ഞാൻ നോക്കി ഓരോന്നും സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഇതിനുണ്ടല്ലോ ഈ വൈറ്റിനൊരു സോപ്പ് പൊടിയുടെയോ എന്തിൻ്റെയോ പോലത്തെ ഒരു സ്മെല്ല് കേട്ടോ. എനിക്ക് തോന്നിയാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ തന്നെ തോന്നി. പക്ഷേ ഈ യെല്ലോ കൊള്ളായിരുന്നു. ബാക്കി എല്ലാ കളറ് വന്നിട്ടുണ്ട്. ലാവൻഡർ നല്ല സ്മെല്ലുണ്ടായിരുന്നു. അതുപോലെ പ്ലമ്മോ ചെറിയോ സ്ട്രോബെറി അതൊക്കെ നല്ലതായിരുന്നു. നമുക്ക് ഭയങ്കര അതിങ്ങനെ കത്തിയാലും അതിൻ്റെ സ്മെല്ല് വന്നാലും നമുക്കത് ഇഷ്ടപ്പെടും. അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ക്രിസ്മസിന് നമ്മൾ 3 വയലറ്റ് ക്യാൻഡിലും അതുപോലെ ഒരു പിങ്കും ഒരു വൈറ്റ് ക്യാൻഡിലും, ക്രിസ്മസിൻ്റെ ഒന്ന് വൈറ്റ് ക്യാൻഡിലാണ് കേട്ടോ കത്തിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഓരോ ആഴ്ചയിലും ഇന്ന കളർ കത്തിക്കണം എന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊക്കെ ഇന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. പക്ഷേ നമ്മൾ ഓരോ ആഴ്ചയിലും അത് ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ഡെയിലി വീഡിയോ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡെയിലി അതെല്ലാം നമുക്ക് പറഞ്ഞു പോകാമെന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നതാണ് അതൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ മറന്നുപോയി. ഈ കടയുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഞാൻ എല്ലാ വർഷവും വരുമ്പോൾ വിചാരിക്കും ഇത്തവണ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, അത് വാങ്ങിക്കണം, എന്നിട്ട് ഓർക്കും അല്ലെങ്കിൽ വേണ്ട, ഇത് കഴിഞ്ഞിട്ട് 1-2 ആഴ്ചയോ അല്ലെ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ വന്ന് വാങ്ങാമെന്ന് വിചാരിക്കും. പിന്നെ വരണത് അടുത്ത ക്രിസ്മസ് സീസണിലായിരിക്കും. അതുപോലെ കഴിഞ്ഞ വർഷം വിസിറ്റ് ചെയ്തിട്ട് പിന്നെ ആ കടയിൽ പോകുന്നത് ഇപ്പോഴാണ് കേട്ടോ. നോക്കിയാൽ നല്ല എന്ത് രസമാണ് ഉണ്ണീശോ, പല വർണ്ണത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയല്ല, വർണ്ണമൊക്കെ ഒന്ന് തന്നെ, എന്നാലും പല ക്വാളിറ്റിയിലുള്ള കുറേ ഉണ്ണീശോകൾ, കുഞ്ഞു ഉണ്ണീശോൻ്റെ സ്റ്റാച്ചുകൾ കേട്ടോ. അതുപോലെ ഈ കുറേ മാലാഖമാരുടെ സ്റ്റാച്യൂസ്, ഹോളി ഫാമിലിയുടെ പിന്നെ ക്രിബ് സെറ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമുക്ക് ഇതാണ്ടോ ക്രിസ്മസിൻ്റെ തൊപ്പി, അപ്പൂപ്പൻ്റെ മാസ്ക്, തൊപ്പിയല്ല ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മുഖംമൂടി. ചെറുപ്പത്തിലുണ്ടല്ലോ ബാലരമയിൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇങ്ങനെ മുഖംമൂടി വരും, അതിങ്ങനെ വെട്ടിയൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കടയിൽ നിന്ന് കിട്ടുന്ന മുഖംമൂടികളെക്കാൾ എനിക്കിഷ്ടം ആ ബാലരമയിൽ അപ്പൂപ്പൻ ഭയങ്കര ക്യൂട്ടായിരിക്കുമേ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ബാലരമയിൽ അപ്പൂപ്പൻ്റെ മുഖംമൂടി വെച്ചിട്ട് നടന്നിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ.
അപ്പം പിന്നെ ഇത് കണ്ടോ, ഇതുപോലുള്ള കുറേ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ വല്ല ഹൗസ് വാമിങ്ങിനോ അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മ്യൂണിയനോ ഒക്കെ പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് മുമ്പ് ആ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ അതിനെ കരുണയുടെ ഈശോ എന്നാണ് കേട്ടോ പറയണേ, ആ ഒരു പിക്ചറിനെ അത് വേണം ഞാൻ കുറേ നാളെ ആഗ്രഹിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല, അതെനിക്ക് വാങ്ങണം എന്നുണ്ട്. കണ്ടോ ഇങ്ങനെയുള്ള കുറേ ഇത് ക്രിപ്സെറ്റൊക്കെ ഇതിനൊക്കെ നല്ല വില ഉണ്ടാകും കേട്ടോ. ഞാൻ വിലയൊന്നും നോക്കിയില്ല. ഇത് മിക്കവാറും വല്ല കോൺവെൻറ്റിലേക്കോ ചർച്ചിലേക്കൊക്കെ ആയിരിക്കും വാങ്ങിക്കുക. പിന്നെ ഇത് കണ്ടോ, ക്രിസ്മസിന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കുറേ കുട്ടി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഇതിന് 40 രൂപയാണ് കേട്ടോ. അതാണ് സംഭവം. ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും കുഞ്ഞു ഗിഫ്റ്റുകളുണ്ട്. ചെറിയ കൊന്തകളുണ്ട്. അങ്ങനെ ക്രിസ്ത്യൻസിന് ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുന്ന ഐറ്റംസ്, അല്ലെങ്കിൽ മീൻസ് അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ളതേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ അവിടെ അങ്ങനത്തെയാണ് കുറേ ഐറ്റംസ് ഉള്ളത്. പ്രെയർ ബുക്സ്, അതുപോലെ ബൈബിൾ ഡയറി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രെയറുകളൊക്കെ ഇല്ലേ, അതൊക്കെ. അതുപോലെ തന്നെ ഈ സ്നോമാനെ പോലത്തെ ഒരു സാന്റാക്ലോസ്, അതും നല്ല രസമുണ്ടായിരുന്നു. അതിന് ഒരെണ്ണത്തിന് 25 രൂപ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോർഫിനോട് പറയായിരുന്നു, സ്കൂളിലൊക്കെ എല്ലാ സ്കൂളിലും ഇപ്പോൾ ക്രിസ്മസ് ഫണ്ട് എടുക്കലും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ പറയുമല്ലോ, 100 രൂപയിൽ കൂടാൻ പാടില്ല, ഇത്രയുള്ള ഗിഫ്റ്റേ കൊണ്ടുവരാവുള്ളൂ, എല്ലാവരും ഒരേപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അവിടെ പോയാൽ ഇങ്ങനെ ഒന്നും എടുത്തില്ലെങ്കിൽ എനിക്കിങ്ങനെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ്, നമ്മുടെ ക്യാൻഡിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ പോന്നു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ക്രിസ്മസിൻ്റെ പർച്ചേസൊന്നും ഇത്തവണ നടത്തില്ല. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഇൻഡസിലേക്കാണ് കേട്ടോ. ഇൻഡസിൽ ഡോർഫിൻ, നമുക്കൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ, ജിത്തിനാണ് നമുക്ക് നമ്മളുടെ സ്വിഫ്റ്റ് എടുത്ത സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തതൊക്കെ ജിത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിപ്പോഴും ഭയങ്കര കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എന്നാൽ പിന്നെ ഇൻഡസിൽ തന്നെ ചെല്ലാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മളുടെ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ഡിസയർ ഭയങ്കര ലുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടികളെ മറ്റ് ഫീച്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഡിസയർ ആയിരുന്നു. എന്താണെന്നറിയില്ല, എനിക്കത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ വണ്ടി. പക്ഷേ ഇപ്പോൾ ഡിസയറിന് വന്നേക്കണൊരു മാറ്റേ. ഡോർഫിനോട് പറയണം നമുക്ക് സ്വിഫ്റ്റ് മാറ്റിയിട്ട് ഡിസയർ എടുത്താലോ എന്ന്. അപ്പം അതായത് അത്രയ്ക്ക് നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോകും. നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട്. പുറകിലത്തെ അതിൻ്റെ എന്താ പറയുക, ഡിസയറിലത് നേരത്തെ ഉണ്ടായിരുന്നു അറിയില്ല, സ്വിഫ്റ്റിലതില്ല. നടുവിൽ നമുക്ക് ബാക്ക് സീറ്റിലേക്കുള്ള ആ ഒരു AC-യുടെ ഇതൊക്കെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, അതിൻ്റെ ഒപ്പം അവിടെ ആ പുറകിൽ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ചാർജ് ചെയ്യാനായിട്ട് അതുണ്ട്, പോർട്ടുണ്ട്. പിന്നെ അതുപോലെ അത് സി പിന്നും അല്ലാത്ത നമ്മുടെ പഴയ പിന്നുണ്ടല്ലോ, അത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതും എല്ലാം ഉണ്ട്, ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, റൂഫുണ്ട്. ഇത് കൊണ്ടുവന്ന് ഇവിടെ കണ്ടുവന്ന് വീഡിയോ കാണിച്ചപ്പോൾ പിള്ളേർ പറയാണ്, അയ്യോ അത് കൊള്ളാറ്, നമുക്ക് ഈ വണ്ടി എടുത്താലോ, നമ്മുടെ സ്വിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതെടുത്താലോ എന്ന് പറയുമായിരുന്നു കേട്ടോ. അത്രക്ക് ഭംഗിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവർ റിവ്യൂ ചെയ്യാനാണെന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ ചാനലിൽ അങ്ങനെ ഇതുവരെ നമ്മളുടെ ചാനലിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല, എനിക്കറിയാനും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിസയർ ചുറ്റി നടന്ന് കണ്ടു. അവർ ഭയങ്കര എല്ലാ ഷോറൂമിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു പോന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്കും